actors, artists, and legends, I must say. Yes. So, നമ്മളിപ്പോ കേട്ട പാട്ട് ഏത് മൂവിയിലാണെന്നറിയോ? കണ്ണീർ മത്തൻ ദിനങ്ങൾ. നേരെ രേഖാചിത്രം അങ്ങനെ പൈങ്കിളിയിലെത്തി മലയാളി മനസ്സുകളുടെ മനം കവർന്നൊരു നടി നമ്മുടെ കൂടെ ഉണ്ട്. ഐ തിങ്ക് വി ആർ ഓൾ ദ സെയിം ഏജ്, ബട്ട് ദി ഓറ, ദി ഗ്രേസ്, ദി ഹാർഡ് വർക്ക് ആൻഡ് ദി ടാലന്റ് ഓഫ് അനശ്വര രാജൻ. ഞാൻ ആദ്യം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ കോളേജിലേക്ക് വരാൻ. ഞാൻ ഇതുവരെ ഒരു പടത്തിന്റെയും പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഞാൻ ഇവിടെ വന്നിട്ടില്ല. അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ നിൽക്കുമ്പോൾ. സോ ഞാൻ ഒരു ഗേൾസ് സ്കൂളിൽ പഠിച്ച ഒരാളാണ് എൻ്റെ 10th വരെ. അപ്പോൾ എനിക്കറിയാം ഒരു ഗേൾസ് സ്കൂൾ അല്ലെങ്കിൽ ഒരു പെൺകുട്ടികൾ മാത്രം ഉണ്ടാവുന്ന ഒരു വൈബ് അല്ലെങ്കിൽ ആ കോളേജിന്റെ ഒരു വൈബ് എനിക്ക് ഭയങ്കര സോ ഹാപ്പി ടു ബി ഹിയർ. ഇപ്പൊ പറഞ്ഞ പോലെ ഞങ്ങളുടെ സിനിമ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ അന്ന് തിയേറ്ററിലെത്താണ്. ശ്രീധരനാണ് ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോ 14-ാം തീയതി നിങ്ങളുടെ ബോയ് ഫ്രണ്ടിനെയും നിങ്ങളുടെ പാരന്റ്സിനെയൊക്കെ കൂട്ടിയിട്ട് പടം തീർച്ചയായിട്ടും കാണാൻ പോവാ തിയേറ്ററില്. പാട്ട് ഇപ്പൊ ഇഷ്ടമായോ പാട്ട്? അപ്പൊ സിനിമ തീർച്ചയായിട്ടും കേട്ട് തന്നെ പോയിരുന്ന് കാണണം. അപ്പോ താങ്ക് യു, ഭയങ്കര നന്നായി കൈയടിക്കും. താങ്ക് യു സോ മച്ച്. താങ്ക് യു സെൻട്രൽ. താങ്ക് യു. താങ്ക് യു അനശ്വര. സോ ലൂസ് അടിക്കണ എന്നൊരു ഒറ്റൊരു ഡയലോഗിൽ നമ്മളെല്ലാവരെയും ഞെട്ടിച്ച നമ്മുടെ ഹാസ്യ രാജാവിന്റെ മകൻ ഹാസ്യ രാജകുമാരൻ is here once again in STC. So how do you feel coming back to STC? ഞങ്ങള് മഞ്ഞുമേല ആദ്യത്തെ ട്രെയിലർ ലോഞ്ചും പ്രൊമോഷൻ തുടങ്ങിയത് ഇവിടുന്നാണ്. മഞ്ഞുമേല അവിടെ നിങ്ങൾക്കറിയാലോ. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളാണ് ഞങ്ങൾ മഞ്ഞുമേൽ ടീമിന്റെ പിന്നിലുള്ള എന്താണ് എല്ലാ സക്സസിനും പിറകിലുള്ള ഒന്ന് പറഞ്ഞിരുന്നു. അത് ഞാനിപ്പോഴും ആവർത്തിക്കുകയാണ്. ഞങ്ങൾ പൈങ്കിളിയുടെയും തുടങ്ങുന്നത് ഇവിടെ നിന്നല്ല, പക്ഷെ എനിക്ക് ഇവിടെ തുടങ്ങണമെന്നാണ് ആഗ്രഹം. പക്ഷെ ഇവര് വേറൊരു കോളേജൊക്കെ പറഞ്ഞു. പക്ഷെ എന്തായാലും അടുത്തൊരു പടം എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് തന്നെ തുടങ്ങി. അതും മഞ്ഞുമല പോലെ അല്ലെങ്കിലും ഇത് ആ ഒരു ഭയങ്കര ലെവലിലേക്ക് ഒരു ഹിറ്റ് എന്നുള്ള രീതിയിലല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതൊരു വൈബ് പടമാണ്. അപ്പോ കുറച്ച് ക്രിഞ്ച് പരിപാടികളൊക്കെയാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പം ഫെബ്രുവരി 14 റിലീസാണ്. വാലന്റൈൻസ് ഡേ കുറച്ച് ഭയങ്കരയൊക്കെ കണ്ടേ, കുറച്ച് ക്രിഞ്ച് പരിപാടികളൊക്കെയാണ്. അങ്ങനത്തെ ഒരു പടമാണത്. ഇതൊരു 150 കോടി സഞ്ചേട്ടാ, 150 പോലെ നമുക്ക് 150 കോടി 200 പോകണ്ട, ഒരു 150 നിങ്ങൾ എത്തിച്ചു തരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോ നിങ്ങളുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവണം. ചെയ്യുന്ന പടമാണ്, സെയിം ടീം ചെയ്യുന്ന പടമാണ് പൈങ്കിളി. നമ്മുടെ ശ്രീജിത്തേട്ടനെ എല്ലാവർക്കും അറിയായിരിക്കും. ആക്ടറാണ് ശ്രീജിത്തേട്ടൻ. ഈ പറഞ്ഞ പോലെ ആവേശത്തില് മറ്റേ ഹോസ്റ്റൽ വാർഡനൊക്കെ ചെയ്ത് BK എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത്, അതുപോലെ മഹേഷിന്റെ പ്രതികാരത്തില് ചെരുപ്പടക്കാരനായിട്ട്, അതുപോലെ മായനദി കുമ്പളങ്ങി നൈറ്റ്സ് കുറച്ച് സിനിമ ചെയ്തിട്ടുണ്ട്. ആഷിഖ് കപൂറിന്റെ ഈ പറഞ്ഞ ശ്യാംപുഷ്കൻ ആ ടീം ഡയറക്ഷൻ ടീമിലുള്ള ദിലീഷ് ബോധന്റെ ഒക്കെ ഡയറക്ഷൻ ടീമിലായിരുന്നു ശ്രീജിത്തേട്ടൻ. അപ്പൊ ആദ്യമായിട്ട് ഡയറക്ട് ചെയ്യുന്ന പടമാണ് പൈങ്കിളി. അപ്പൊ അതിന്റെ പ്രൊഡ്യൂസർ നമ്മുടെ സ്വന്തം ടെങ്കണ്ണൻ ഫഹദൊക്കെയാണ്, ഫഹദ് ഫാസിൽ. വൺ ഓഫ് ദ പ്രൊഡ്യൂസർ ജിത്തു ഉണ്ട്. ഈ പറഞ്ഞ പോലെ ജിത്തു എഴുതിയ സിനിമയാണ്. അപ്പൊ ശ്രീജിത്തേട്ടൻ ആദ്യം ഡയറക്ട് ചെയ്ത സിനിമയിൽ എനിക്ക് ആദ്യമായിട്ട് നായകനാവാൻ പറ്റി. അപ്പൊ ഞാൻ ആദ്യമായിട്ട് നായകനാവുന്ന സിനിമയാണ്. നിങ്ങൾ ഉഷാറാക്കി തരണം. അതുപോലെ വേറെ സന്തോഷമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊന്മാൻ ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ ഈ പറഞ്ഞ പോലെ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന് നല്ല അഭിപ്രായങ്ങളൊക്കെ വരുന്നു. നിങ്ങൾ കണ്ടോ പടം? ആരും കണ്ടിട്ടില്ല, എന്തായാലും കാണും. അപ്പൊ അങ്ങനെ ഇരിക്കും. ഈ പറഞ്ഞ പോലെ അനശ്വര, ജിസ്മ, ചന്തു, റോഷനെ അറിയാൻ ആവശ്യമില്ല, ശാന്തൻ കണ്ടവന്റെ ലുക്കൊക്കെ മാറി. അതിന് ക്ലീൻ ഷേവ് ആയതുകൊണ്ട് മനസ്സിലാവില്ല. അതുപോലെ തന്നെ ഇതില് 8 സോങ് ഉണ്ട് ജസ്റ്റിൻ വർഗീസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത്. അതിലൊരു സോങ് ആണ് ഹാർട്ട് അറ്റാക്ക്. ബാക്കി 7 എണ്ണം വരാനിരിക്കുന്നുള്ളൂ. ഇനി നമുക്ക് 10 ദിവസം കൂടെ ഉള്ളൂ റിലീസിന്. ഫെബ്രുവരി 14, അതായത് വാലന്റൈൻസ് ഡേക്ക്. അപ്പൊ എല്ലാവരും പടം കാണണം. അപ്പൊ നമ്മള് ഇതിന്റെ പ്രൊമോഷന്റെ ഭാഗം കൂടിയായിട്ടാണ് ഇത് വന്നേക്കുന്നത്. ഇനി ബാക്കി എല്ലാവരും സംസാരിക്കട്ടെ. ഞാൻ റോഷൻ കൈമാറാം. നമ്മുടെ സ്വന്തം ജിസ്മ
we are very happy to see you in the silver screen. So please do share your experience. ആദ്യത്തെ സിനിമയാണ്. സെന്റ് തെരേസാസ് ശരിക്കും പറഞ്ഞ കോളേജ് പഠിക്കുന്ന സമയം തൊട്ട് ഇവിടെ വരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ പറ്റിയിട്ടില്ല. കോളേജിൽ നിന്ന് ആർക്കും ഇവിടെ വന്ന് എന്തോ കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു, പക്ഷെ എനിക്കിത് ഇവിടെ വരാൻ പറ്റിയിട്ടില്ല. ആദ്യത്തെ സിനിമയുടെ പ്രൊമോഷൻ ഉണ്ട്, ഇവിടെ വരാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും പേര് ഞാൻ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ കൈയടിക്കുന്നത്. എനിക്ക് അത്രയും നല്ലൊരു കൈയടി കൊടുക്കാം. because it's her first movie. And ആ പാട്ട് കേട്ടപ്പോൾ തന്നെ നമ്മുടെ കൈ അറിയാണ്ട് അടിച്ചു പോയി. because we were so thrilled to see her on the big screen. മിനി സ്ക്രീനിലൂടെ നമ്മുടെ മനസ്സൊക്കെ കവർന്ന് അവസാനം ബിഗ് സ്ക്രീനിൽ she is coming again. I mean she has come. പിന്നെ ജിസ്മ വിമൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദ ടൈം ഐ ഹവ് സീൻ ദം ടുഗദർ, ലൈക് ജിസ്മ വിമൽ ഒരുമിച്ച്. ആൻഡ് ഇവിടെയും അതൊക്കെ തന്നെ അവസ്ഥ. വിമൽ ഹാസ് കം ഹിയർ ആൻഡ് ഐ തിങ്ക് ഹി ഈസ് കുറച്ച് പേര് വന്നിട്ട് സ്റ്റേജിൽ കയറാണ്ട് മാറി നിൽക്കുന്നുണ്ട്. We have നസ്രിയയുടെ ബ്രദർ നവീൻ, He's telling that he won't come. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? stage.